ഹായ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നമ്മളെല്ലാവരും 24-നകത്ത് കണ്ടതാണ്. ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് മത്സരിപ്പിക്കില്ല, അതിൻ്റെ ഒരു ഉദ്ദേശം മാത്രമാണ്. വീണ്ടും രാഹുലിന് സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വൻ കളികൾ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് സൂചന കിട്ടുന്നത്. രാഹുൽ മാങ്കൂട്ടം വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിൽക്കും എന്നൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വീണ്ടും മത്സരിക്കും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും എന്ന് ഉറപ്പ് വന്നപ്പോഴത്തേക്ക് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പറഞ്ഞിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പം 4ാമത്തെ പരാതി ഓൾറെഡി അതിൻ്റെ ഒരു പണിപ്പുരയിൽ നടക്കുവാണ്. 4ാമത്തെ പരാതി എപ്പോൾ വേണമെങ്കിലും വരാം, നിങ്ങൾ നോക്കിക്കോണം. അതുമാത്രമല്ല, ഒരു പോക്സോ കേസ് ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും മാറ്റി നിർത്തണം, അതാണിപ്പോൾ ലക്ഷ്യം. മാത്രമല്ല 24-ൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ആ ഇൻ്റർവ്യൂവിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടം അതിൽ എത്രത്തോളം നിരപരാധിയാണെന്ന് ആ ഇൻ്റർവ്യൂ, ആ രാഹുലിൻ്റെ തുറന്നു പറച്ചിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അല്ലെങ്കിലും കോടതി വരെ പറഞ്ഞിട്ടുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് കോടതി പുള്ളിക്ക് ജാമ്യം വരെ കൊടുത്തിട്ടുള്ളത്, അല്ലേ? അപ്പം ഈ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്ക് കുറേ ആളുകൾ കവർന്ന് ഇവിടുന്നൊക്കെ കുരു പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണും ആർക്കൊക്കെയാണെന്ന്. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെയൊക്കെ പ്രസ് മീറ്റ് നടത്തുന്നു, ഇവിടെ കുറേ സ്ക്രീൻഷോട്ടുകൾ വിടുന്നു, FBയിൽ രാഹുൽ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ, അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതിൽ തന്നെ ഉണ്ട് കള്ളത്തരം. അതിൽ തന്നെ ഇവരെ കള്ളത്തരം പൊളിഞ്ഞു. കാരണം ഇതൊക്കെ ഇപ്പോൾ ഇവർ വിട്ടുകൊണ്ടിരിക്കുന്ന, രാഹുലിനെ കൊടുക്കാനെ കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം രാഹുലിനെ കുറ്റവിമുക്തനാക്കാൻ, രാഹുൽ രക്ഷപ്പെട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അവർ തന്നെ ഒരു തെളിവുകൾ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുവാണ്. അവർ രാഹുലിനെ പൂട്ടാൻ വേണ്ടി നോക്കാൻ വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം രാഹുലിന് അത് ഉപകാരമായിട്ട് വരുവാണ്. എന്നുവെച്ചാൽ അത് കള്ളത്തരം. അവർ ഈ പറഞ്ഞിട്ടുള്ള പരാതിക്കാരികളുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബന്ധം എങ്ങനെ ആയിരുന്നു എന്ന്, ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു എന്നതിനൊക്കെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക, എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കഴിഞ്ഞ ദിവസം 24-ന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ എക്സ്ക്ലൂസീവ് ഞാൻ കുറച്ച് ഭാഗം കൂടെ വരെ വയ്ക്കാം. കുറച്ച് ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തോളൂ. ഒരുപാടുണ്ട്, 1 മണിക്കൂർ ലെന്തുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. കുറേശ്ശെ നമുക്ക് ചെയ്യാം. ഒരു മാധ്യമത്തിൽ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിലാണ് എനിക്കെതിരെ ആദ്യമായിട്ട് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പം സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാതികളൊക്കെ പറയുമ്പോൾ ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ അവരെ പരിചയപ്പെട്ടതിന് 24 മണിക്കൂറിന് ശേഷം മിസ്ബിഹേവ് ചെയ്തു എന്നാണ് അവരുടെ പരാതി. ആദ്യത്തെ ദിവസം പറഞ്ഞില്ല, പിന്നീടാണ് അവർ അത് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് റിനിയോട് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ. എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയാം, വിത്ത് എവിഡൻസ്. ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം. ഞാൻ വെറുതെ പറയുകയല്ല, ഹാഷ്മിക്ക് പരിശോധിക്കാം. എന്താണ് ഞാൻ തരാം, ചാറ്റ് തരാം. എനിക്കറിയുന്ന അതിന് ശേഷമുള്ള റീസെൻ്റ് ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം. ഈ റിനി പരാതി പറയുന്നതിന് തൊട്ട് മുമ്പ് മെയ് മാസം 28-ാം തീയതി ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുര എനിക്ക് കോൾ വരികയാണ്. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നു. എന്താ അമ്മയുടെ 28-ആണ് നൽകണം. മെയ് 28 പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞാട്ടെ. അപ്പോൾ ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം, അമ്മയ്ക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു. അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള, ഇത്തരത്തിൽ മോശം അനുഭവമുള്ള ആൾ ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു 3-4 വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി മറ്റാണ് പറയുന്നത്. ആ ഓഗസ്റ്റ് തൊട്ട് മുമ്പുള്ള മെയ് 28-നാണ് ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അതിന് മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട്, തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനുള്ള അവരെന്നോട് പറഞ്ഞത്. എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട്, വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാൾ. അതിന് മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന, അപ്പോൾ നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ ഒരു ദിവസം അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു. അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ട് എൻ്റെ ഓടി അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു, അവരെന്നെ കണ്ടിട്ടില്ല. ഇവിടെ റിനിയെ പറ്റിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നത്. ഇവിടെ റിനിയുടെ കള്ളത്തരമാണ് ഇവിടെ പൊളിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം. നോക്കിക്കോണം, റിനി എന്താണ് മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്? രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന്, അത് രാഹുലിൻ്റെ പേര് പറഞ്ഞില്ല, കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി, എന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, അതും 24 മണിക്കൂറിനകം പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവം ഉണ്ടായെന്ന് പറയുന്ന വ്യക്തിയാണ്
അതിനൊക്കെ ശേഷം അമ്മയുടെ പിറന്നാളിന് അതും എങ്ങോട്ടോ ട്രാവൽ ചെയ്യാൻ കൊണ്ട് ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പല തവണ വിളിച്ചു ശല്യപ്പെടുത്തി. അപ്പം ഒരുപാട് തവണ വിളിക്കുമ്പോൾ ആരാണെങ്കിലും എടുത്തു പോകുമല്ലോ. അങ്ങനെ പല തവണ വിളിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം ആ ഫോൺ എടുത്ത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത സമയത്ത് ഈ റീനി എന്താണ് പറഞ്ഞത്, അമ്മയ്ക്ക് പിറന്നാൾ വിഷു ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയോട് സംസാരിച്ച് അമ്മയ്ക്ക് വിഷു ചെയ്തിട്ടാണ് പോയെന്നാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല തൃശ്ശൂരിൽ രാഹുൽ മാങ്കൂട്ടം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അങ്ങോട്ട് പോയി കണ്ട് ഫോട്ടോ എടുത്ത് സംസാരിച്ച് വന്നിട്ടുള്ള വ്യക്തിയാണ് ഈ റിനി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം എനിക്കൊരു അനുഭവം, മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് പല തവണ റിനി പോയി കാണുകയും ഫോട്ടോ എടുക്കുകയും ഈ പറഞ്ഞിട്ടുള്ള അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഈ റിനിയുടെ കള്ളത്തരമല്ല ഇവിടെ പൊളിഞ്ഞത്. അത് പൊളിച്ചു രാഹുൽ മാങ്കൂട്ടം. ഓക്കെ, ഇനി ബാക്കിയും കൂടെ കേട്ടു നോക്കാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അങ്ങനെ ഇപ്പം സൗഹൃദം റിനിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണല്ലോ ഉള്ളത്. സൗഹൃദത്തിൻ്റെ പേരിൽ അങ്ങനെ പൊസഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല അങ്ങനെ സൗഹൃദത്തിൻ്റെ തെറ്റും ശരിയൊന്നും അല്ലല്ലോ റിനി പറഞ്ഞത്. റിനി ആരോപണമായിട്ട് ഉന്നയിച്ചത് എന്താ, 24 മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കൺവെർസേഷൻ പുറത്തേക്ക് വിടട്ടെ. റിനിയുടെ മറുപടി എന്തായിരുന്നു എന്ന് പുറത്തേക്ക് വിടട്ടെ. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, റിനി എന്ത് പറഞ്ഞു എന്നുള്ള സാധനം പുറത്തേക്ക് വിളിച്ചിട്ടുണ്ടോ? ഞാൻ ആ കൺവെർസേഷൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, റിനി അനുവദിച്ചാൽ ആ കൺവെർസേഷൻ മൊത്തം ഫുൾ കൺവെർസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം. ഒന്ന്, രണ്ട്, അല്ലല്ല അതങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആകുന്നത്. സോ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇതാ, എന്നെപ്പറ്റി എന്തും പറയാം. എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക എന്താ രാഹുൽ മിണ്ടാത്തെ, എന്നാൽ ഞാൻ പറയാം ഞാൻ തെളിവുകൾ തരാമെന്ന് പറയുമ്പോൾ ഉടനെ അത് ബ്ലാക്ക് മെയിൽ ആകുന്നത്. പിന്നെ അല്ല ഞാൻ ശ്രീ ഹാഷ്മി അങ്ങനെ ഞാൻ ചോദിക്കുന്ന ഹാഷ്മി, പിന്നെ ഞാൻ ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരി ഈ 24 മണിക്കൂറിനകത്ത് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ചാറ്റ് ഫുള്ള് പുറത്തു വിടട്ടെ. എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? ഈ ഒരു ആരോപണം ഉന്നയിച്ച് ഇത്രയും ദിവസമായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പോലും പറയാൻ മടിയാണ് ഈ റിനിക്ക്. എന്തുകൊണ്ട് പേര് പോലും പറയുന്നില്ല? ഈ ഒരു ഹൂക്കേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് പേര് പറയുന്നില്ല? അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇവിടെ വെല്ലുവിളിക്കുവാണ് ആ ചാറ്റ് പുറത്തു വിടാൻ. അതിൻ്റെ ഫുള്ള് ചാറ്റ് പുറത്തു വിടണം. ഇത് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം പുറത്ത് വിട്ട് കാണിക്കാൻ ഇവിടെ രാഹുൽ മാങ്കൂട്ടമാണ് വെല്ലുവിളിക്കുന്നത്, വേറെ ആരുമല്ല. നമ്മളോ അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് കമൻ്റ് ഇടുന്ന ആളുകളോ അല്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ അത് പുറത്തു വിടണം. അതാണ് വേണ്ടുന്നത്. കാരണം വേണ്ട. ശ്രീമതി ഹണി ഭാസ്കർ വന്നിട്ട് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ശ്രീമതി ഹണി ഭാസ്കർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റിൽ തന്നെ പറയുന്നു അവരോട് ഞാൻ നന്നായിട്ടാണ് സംസാരിച്ചത്. പക്ഷേ സംസാരത്തിനിടയിൽ എവിടെയൊക്കെ കോഴിക്കാട്ട് അവർക്ക് മണത്തു. ആ കൺവെർസേഷൻ ഹാഷ്മിക്ക് പരിശോധിക്കാം. എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകളുടെ കൺവെർസേഷൻ പരിശോധിക്കണം എന്നല്ല എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കത് നോക്കാം. ഞാൻ പറയട്ടെ, ഞാൻ പരാതിയല്ല, ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഹണി ഭാസ്കറിൻ്റെ ആരോപണത്തിന് മുഴുവൻ പ്രൈം ടൈം കൊടുത്തു. സത്യത്തിൽ എന്താ ഹണി ഭാസ്കറിൻ്റെ ആരോപണം? നമ്മുടെ നാട്ടിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളെന്നോ കൊതി നുണയെന്നൊക്കെ പറയുന്ന സംഭവമല്ലേ ഹണി ഭാസ്കറിന്റെ? അല്ല ഞാൻ പറയട്ടെ, ഹണി ഭാസ്കറിന്റെ ആകെയുള്ള ആരോപണം ശ്രീമതി ഹണി ഭാസ്കർ. ഞാൻ പറയട്ടെ, ഒന്നൊന്നായിട്ട് പറയണം, എല്ലാം ക്ലിയർ ചെയ്യാണ്. ഞാൻ അങ്ങോട്ട് സംസാരിച്ചത്, അങ്ങോട്ട് തന്നെ സംസാരിച്ചത്. എല്ലാ സംഭാഷണങ്ങളും ഒരാൾ ഒന്നെങ്കിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയി സംസാരിക്കാൻ തെറ്റാണെങ്കിൽ ഇപ്പം ബാക്കിയുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ച തെറ്റാണെന്ന് ഹാഷ്മി പറയേണ്ടി വരും. അങ്ങനെ വിലയിരുത്തില്ലല്ലോ. അപ്പം ഹണി ഭാസ്കറിന്റെ ആരോപണം ഇങ്ങനെ പറഞ്ഞു. എൻ്റെ സൗഹൃദ സദസ്സിൽ ഞാനിങ്ങനെ ഇപ്പം ഹണി ഭാസ്കർ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പത്രസമ്മേളനമൊക്കെ ഇപ്പം നടത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം കാട്ടുകോഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവരെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിലേക്ക് ഇറക്കല്ലേ, ഈ പാലക്കാട് സീറ്റ് കൊടുക്കല്ലേ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് വീണ്ടും ഇവരൊക്കെ രംഗത്തോട്ട് വരുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ നല്ല വമ്പൻ കളികളുണ്ട്. നല്ല എമൗണ്ട്, നല്ല പൈസ മേടിച്ചിട്ടുള്ള കളികളാണ്. ലക്ഷങ്ങൾ മേടിച്ചിട്ടുള്ള, ചിലപ്പോൾ അത് കോടികൾക്കും മേലെ ആവാം, മേടിച്ചിട്ടുള്ള കളികളാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ലക്ഷ്യം. പിന്നെ ഇതിലൂടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് നല്ല സൗഹൃദം ഉള്ള ആളുകളാണ്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനോട് സൗഹൃദം കാണിച്ച് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി എന്താണെന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയെടുത്ത് അത് വെച്ച് പുള്ളിയുടെ രാഷ്ട്രീയം തകർക്കാനാണ് ഇവർ ശ്രമിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെയൊക്കെ പുറകിൽ നല്ല കളികളുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ ഈ ഹണി ഭാസ്കറിൻ്റെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരോപണം ഉന്നയിക്കുന്ന സമയത്തുള്ളൊരു ഒരു പ്രസ് മീറ്റിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ ചെറിയൊരു വീഡിയോ ഇവിടെ ഞാൻ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയത്. അതിനകത്ത് ഈ ഹണി ഭാസ്കർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ എനിക്കറിയാം.
ഒരുപാട് സ്ത്രീകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ തെളിവ് പുറത്ത് വേണം. അതാണ് ഇത്രയും മാസമായിട്ട് ആ ഒരു വാർത്താ സമ്മേളനം ചെയ്തിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം കൊണ്ടായി. എന്തുകൊണ്ട് ഇത്രയും മാസമായിട്ട് നിങ്ങൾ തെളിവുകൾ പുറത്തു വിടുന്നില്ല? നിങ്ങൾ ഇത്രയും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ഭയങ്കര സുഹൃത്ത്, അത് രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് ഈ അണി ഭാസ്കർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു സുഹൃത്ത്, ഒരു മറ്റൊരു അത്രയും നല്ലൊരു സുഹൃത്തായിട്ട് കാണുന്ന ഒരു വ്യക്തിയെ ഒറ്റ കൊടുത്തത് എന്തിനാണെന്നൊരു ചോദ്യം ഇവിടെ നിങ്ങൾ ചിന്തിച്ചോണം. സാധാരണ ഇത്രയും ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഇതുപോലെ ഒറ്റ കൊടുത്തിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ആ ഒരു ഉത്തരവാണ് ഇവിടെ കിട്ടുന്നത്. ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള എമൗണ്ട് ആരൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്, അതാണ് ഇവർ. പക്ഷേ ഇവരൊന്നും തെളിവ് പുറത്തു വിടുന്നില്ല. അതാണ് ഇവർ ചെയ്യുന്നൊരു ഒരു നമുക്കിതിലൂടെ മനസ്സിലാക്കുന്നത്, ഇവർ രാഹുലിനെ പെടുത്താനെ കൊണ്ട് കളിക്കുന്ന കളികളാണെന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന്. ഇവരെ കയ്യിലുള്ള തെളിവുകളൊന്നും പുറത്തു വിടുന്നില്ല. ഇവരെല്ലാം പറയുന്നത് ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും തെളിവുകൾ ആരും പുറത്തു വിടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് തെളിവ് പുറത്തു വിടുന്നില്ല? ഇവിടെ രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിക്കുവാണ് നിങ്ങളെയൊക്കെ തെളിവ് പുറത്തു വിടാൻ. അങ്ങനെയാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ തെളിവ് പുറത്തു വിടണം, അതാണ് വേണ്ടുന്നത്. പിന്നെ അണി ഭാസ്കർ ഞാനിവിടെ വെച്ചുതരാം, അത് നിങ്ങൾ കണ്ടിട്ട് ഞാൻ പറയാം. ചാറ്റ് ചെയ്ത ശേഷം തന്നെക്കുറിച്ച് മറ്റുള്ളവരോട് രാഹുൽ മോശമായി സംസാരിച്ചുവെന്ന് ഹണി ഭാസ്കർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളായ നിരവധി സ്ത്രീകളെക്കുറിച്ച് തനിക്കറിയാം. രാഹുലിനെതിരെ പലരും ഷാഫി പറമ്പിലിന് പരാതി നൽകിയെങ്കിലും ഷാഫി അത് അവഗണിച്ചെന്നും ഹണി ഭാസ്കർ ദുബായിൽ ആരോപിച്ചു. രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളുടെ അടുത്തും നീ മാത്രം ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അയാളെ പറഞ്ഞിരിക്കുന്നത്. കാരണം മറ്റൊരാളില്ല, എൻ്റെ സ്നേഹം നിങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇത് എവിടെയും ഇരകൾ തമ്മിൽ പരസ്പരം അറിയുന്നില്ല. അവരൊക്കെ വിചാരിക്കുന്നത് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ഇയാൾ കൂടെ പോകുന്നത്. പക്ഷേ ഇതല്ല അതിൻ്റെ രീതി. ഇവിടെ അണി ഭാസ്കർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതുപോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പെണ്ണുങ്ങൾ പരാതിയുമായിട്ട് വന്നു എന്നുള്ളതൊക്കെ ഷാഫി പറമ്പിലിനോട് പറഞ്ഞെന്നാണ് പറയുന്നത്. ഇവിടെ ഷാഫി പറമ്പിലാണോ പോലീസ്? ഇവിടെ എത്ര കോടതികളുണ്ട്? ഇവിടെ എത്ര പോലീസ് സ്റ്റേഷനുകളുണ്ട്? എന്തുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല? ഷാഫി പറമ്പിലാണോ പോലീസും കോടതിയും? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് ഷാഫി പറമ്പിലിനും കൂടെ ഇട്ട് വെക്കാനെ കൊണ്ട് നോക്കിയതാണ്. കാരണം ഈ ഒരു ആരോപണം ഷാഫിയിലും കൂടെ ഇട്ട് ഞാൻ ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവരെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും രണ്ടുപേരെയും ഒരേപോലെ പുറത്താക്കുക. അതാണ്. ഇവർ രണ്ടും വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിക്ക് മാത്രമല്ല, പല പാർട്ടിക്കും പല ആളുകൾക്കും സ്വന്തം പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വരെ ദോഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ചേർന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടം വഴി ഷാഫിയിലേക്ക് എത്തുക. അതാണ് ഇവരുടെ ഉദ്ദേശം. പക്ഷെ അതൊന്നും നടന്നില്ല, ചീറ്റിപ്പോയി. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ ഷാഫിക്ക് കൊടുത്തു. അപ്പോൾ ഷാഫി അതൊന്നും അംഗീകരിച്ചില്ല, ഏറ്റെടുത്തില്ല. ഷാഫി പറമ്പിലാണോ ഇവിടെ കോടതിയും പോലീസും? ഇപ്പം കണ്ടില്ലേ, റീസെൻ്റായിട്ട് ഷാഫി പറമ്പിൽ ഇതിന് മുമ്പേ നടത്തിയ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനെ ഒരു ദിവസം കോടതി ശിക്ഷിക്കുകയും ഫൈൻ അടപ്പിക്കുകയും ചെയ്തു. അപ്പം നിയമത്തിന് മുമ്പിൽ ഷാഫി പറമ്പിലിനും തുല്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഈ പറഞ്ഞിട്ടുള്ള ഭയങ്കര ആധികാരികമായിട്ട് വന്ന് സംസാരിക്കുന്ന ആളുകളൊക്കെ ഈ കാര്യത്തിൽ ഇത്രയും തിടുക്കം കാട്ടുന്ന ആളുകളൊക്കെ എന്തുകൊണ്ട് അതൊരു പരാതിയായിട്ട് രംഗത്ത് വന്നില്ല? പരാതിയായിട്ട് നിയമപരമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. അതല്ലാതെ ഒരു MLA-ക്കോ ഒരു മന്ത്രിക്കോ അല്ല പരാതി ആദ്യം കൊണ്ടു കൊടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. ചിലപ്പം മന്ത്രിമാരും MLA-മാരും അത്ര ക്ലോസ് ബന്ധമുള്ള ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഷാഫി പറമ്പിലിനെ കൊണ്ട് പരാതി കൊടുത്തു എന്നിട്ട് ഷാഫി അത് കേട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഷാഫി പറമ്പിലിനെ അത് ബാധിക്കും. ഷാഫി പറമ്പിലിനെയും കൂടെ ഇതിനകത്ത് വിചാരണ ചെയ്യും. ഷാഫി പറമ്പിലിനെയും കൂടെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തും. ഈ ആരോപണ വിധേയമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് ഇവിടെ ഇത് സംസാരിക്കുന്നതിന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു അവിവാഹിതയായ ഒരു സ്ത്രീകളോടാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം, ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ചക്കര വാങ്ങി എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതിനൊരു കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള അതിജീവിതകളെല്ലാം കല്യാണം കഴിഞ്ഞ് സ്വന്തം ഭർത്താവ് രംഗത്ത് ഇരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം, ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്നൊക്കെ അങ്ങോട്ട് ഭീകരമായിട്ട് അങ്ങനെ സംസാരിച്ചെന്നാണ് ഇവിടെ ഇപ്പം ഈ അണി ഭാസ്കർ പറയുന്നത്. അപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന അതിജീവിതകൾ എന്ന് പറയുന്ന അവരൊക്കെ കല്യാണം കഴിച്ച ടീംസുകളല്ലേ? അപ്പോൾ അവർക്കൊക്കെ യഥാർത്ഥത്തിലൊരു സ്നേഹമാണോ അവരുദ്ദേശിച്ചത്? യഥാർത്ഥത്തിലൊരു സ്നേഹമാണ് അല്ലെങ്കിൽ സത്യസന്ധമായിട്ടൊരു കുടുംബജീവിതമാണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ അവർ സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ പോകുമായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ അവിഹിതമാണ് വേണ്ടത്, അല്ലാതെ സത്യസന്ധമായിട്ടുള്ള സ്നേഹമല്ല വേണ്ടുന്നത്. സത്യസന്ധമായിട്ടുള്ള സ്നേഹം വേണ്ടുന്ന ടീമുകളൊന്നും
സ്വന്തം ഭർത്താവ് ഇരിക്കെ ഈ പരിപാടിക്കൊന്നും പോകത്തില്ല. ഇനി ഞാൻ ഇവിടെ ഒരു വാർത്ത വെച്ച് തരാം. അപ്പം നമ്മൾ കണ്ടതാണ് DK മുരളി രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുള്ളത്. പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തതെല്ലാം നമ്മൾ കണ്ടതാണ്, നിയമസഭ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക്. അപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനി ഈ പറഞ്ഞിട്ടുള്ള പരാതിക്കാരികളുടെ മൊഴിയെടുക്കും, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊഴിയെടുക്കും. അതിനൊക്കെ ശേഷമേ അയോഗ്യനാക്കത്തുള്ളൂ. അപ്പം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്കി കഴിഞ്ഞാൽ അതിനെ ശക്തമായിട്ട് എതിർക്കുമെന്ന് UDF പറഞ്ഞിന്ന് രംഗത്ത് വന്നേക്കുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചോണം. ഇപ്പം കോൺഗ്രസ് രാഹുലിനെ അയോഗ്യനാക്കാൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചോണം. അതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ ഒരു ഇരട്ട താപ്പാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കാരണം രാഹുലിൻ്റെ പേരിൽ ഒരു പരാതി വരുന്ന സമയത്ത് ഇവിടെ VD സതീശൻ്റെയും ഈ പറഞ്ഞിട്ടുള്ള കോൺഗ്രസിലെ ചില ആളുകളുടെയും ഇരട്ട താപ്പാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം തകരുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി കഴിഞ്ഞാൽ ഒരുപാട് ജനപിന്തുണ മാറും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇപ്പം രാഹുലിനെ ചേർത്ത് പിടിച്ച് ഇപ്പോൾ രാഹുലിനെ അയോഗ്യനാക്കി കഴിഞ്ഞാൽ ശക്തമായിട്ട് അതിനെ എതിർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കോൺഗ്രസ് രംഗത്ത് വന്നേക്കുന്നത്. അതല്ലാതെ വേറൊന്നുമല്ല, രാഹുലിനോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. രാഹുൽ കോൺഗ്രസ്സിൽ തുടരണമെന്ന് ആഗ്രഹിച്ച് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. രാഹുൽ ഇല്ലെങ്കിൽ, രാഹുലിനെ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ, രാഹുലിനെ തിരിച്ചെടുത്തില്ലെങ്കിൽ, രാഹുലിനെ അയോഗ്യനാക്കാൻ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ അത് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അടിക്കല്ലറ ഇളകാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടിട്ട് ചില കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ എടുത്തൊരു ഉടായ്പിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പം അയോഗ്യനാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തനായിട്ട് എതിർക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ രംഗത്ത് വരുന്നത്. ഇങ്ങനെ പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ ഒരു പരാതി രാഹുലിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നതിന് 24 മണിക്കൂറിനകം എന്തുകൊണ്ട് രാഹുലിനെ പുറത്താക്കാൻ അത്ര വ്യഗ്രത കാണിച്ചു അല്ലേ? രാഹുലിനോട് ചോദിക്കാതെ പോലുമാണ് ഈ രാഹുലിനെ പുറത്താക്കിയിട്ടുള്ളത്. എന്താണ് കാരണം? ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് ചോദിക്കാതെയാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുലിനെ ചവിട്ടി പുറത്താക്കിയത്. അത് രാഹുൽ തന്നെ കഴിഞ്ഞ ദിവസം 24-ൽ വന്നിട്ടുള്ള ഈ ഇൻ്റർവ്യൂക്കകത്ത് എക്സ്ക്ലൂസീവായിട്ട് രാഹുൽ തന്നെ അതിൻ്റെ വിഷമം പറയുന്നുണ്ട്. കാരണം എന്നോടൊന്ന് ചോദിക്കാതെയാണ് പാർട്ടി പുറത്താക്കിയത്, അതിലെനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു അല്ലേ? എന്നാലും ഞാൻ ആ വാർത്തയും കൂടെ വെച്ച് തരാം, നിങ്ങളത് കണ്ടു നോക്ക്. അല്പസമയത്തിനകം തന്നെ ചേരും. എന്തായാലും ജാമ്യം കിട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താണ്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കിയിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ അയോഗ്യതാ നീക്കത്തെ UDF എതിർക്കുന്നത് എന്നുള്ളത് അറിയില്ല. അതിന് വലിയ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അതെ, സനകൻ വേണുഗോപാലുണ്ട്. സനകൻ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, പിന്നെയും എന്തിനാണ് ഈ രാഹുലിന്റെ അയോഗ്യതാ നീക്കത്തെ UDF എതിർക്കുന്നത്? അഞ്ജന, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അതായത് രാഹുലിനെ അയോഗ്യത കൽപ്പിക്കാനുള്ള ഒരു നീക്കവുമായിട്ടാണ് ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് എത്തിക്സ് കമ്മിറ്റിയിൽ DK മുരളിയുടെ ഒരു പരാതി വരുന്നു. ആ പരാതിയിന്മേൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ കോൺഗ്രസ് ഇതുവരെ എടുത്തിരുന്ന ഒരു സമീപനം രാഹുലിനെ സംരക്ഷിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം സൂചിപ്പിക്കുന്നത്. അതായത് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയും ഗുരുതരമായ രണ്ടാമത്തെ ആരോപണം പാർട്ടിക്ക് മുമ്പാകെ വന്നതോടുകൂടി അദ്ദേഹം പുറത്താക്കുകയും ചെയ്തു. മൂന്നാമത്തെ പരാതിയിൽ സർക്കാർ കേസെടുക്കുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിലൊന്നും തന്നെ ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല എന്നുള്ളതാണ്. രാഹുലിനെ നിയമത്തിന്റെ വഴിയിൽ തന്നെ നേരിട്ടോട്ടെ എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പക്ഷേ എത്തിക്സ് കമ്മിറ്റിയിലൂടെ അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് കോൺഗ്രസും UDF ഒറ്റക്കെട്ടായി എടുത്തിരിക്കുന്നത്. കാരണം എന്താല്ലേ, ഇതിനോട് ഞാൻ യോജിക്കത്തില്ല. കാരണം ഇത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള മുതിർന്ന നേതാക്കളെ ചില ആളുകളുടെ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ വരെ എത്തിച്ചതിൽ വേറൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് മാത്രമാണ് അവിടം വരെ എത്തിച്ചത്. പുള്ളിയെ ജയിലിലേക്ക് കൊണ്ട് 18 ദിവസം ജയിലിൽ അടയ്ക്കാൻ തന്നെ കാരണം ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ്. നേരെ മറിച്ച് ഈ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ VD സതീശന്, പ്രതിപക്ഷ നേതാവ്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ രാഹുലിന് ഇപ്പം ഇത്രയും ഒരു ഇതിലേക്ക് രാഹുലിൻ്റെ ഒരു അവസ്ഥ പോകത്തില്ലായിരുന്നു, ഇത്രയും നടപടികളിലേക്കൊന്നും പോകത്തില്ലായിരുന്നു, 18 ദിവസം ജയിലിലൊന്നും കൊണ്ടിടത്തില്ലായിരുന്നു. പക്ഷേ നേരെ മറിച്ച് ഇവരൊക്കെ കഴിഞ്ഞ് രാഹുലിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാനെ കൊണ്ട് ഇവരും കൂടെ കൂട്ടു നിൽക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോഴും രാഹുൽ ഇപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനത്തെ തള്ളിപ്പറയാനോ, കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തെ തള്ളിപ്പറയാനോ, VD സതീശൻ എന്നൊരു വ്യക്തിക്കെതിരെ സംസാരിക്കാനോ ആ ഇൻ്റർവ്യൂവിൽ പുള്ളി നിന്നിട്ടില്ല. കാരണം പുള്ളി എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് എന്നെ പുറത്താക്കാനേ സാധിക്കൂ, പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഒരിക്കലും സാധിക്കത്തില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ പറയുന്നത്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക.